ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഞാൻ ആദ്യം എടുത്തത് +2 ബയോളജി ആയിരുന്നു. +1 ബയോളജി ടെക്സ്റ്റ് ഫുൾ കവർ ചെയ്തു. +2 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് പഠിക്കുന്നത്. പക്ഷേ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ല, ബയോടെക്നോളജിയിലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ബയോടെക്നോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസാണ് ഞാൻ പഠിച്ചത്. ആ ചാപ്റ്ററിൽ കുറച്ച് ടോപ്പിക്സ് അഡീഷണലായിട്ട് വന്നിട്ടുണ്ടായി. അതൊക്കെ ആ ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ടും എടുത്തു, കൂടെ ബയോളജി നോട്ട്സും എടുത്തു. അങ്ങനെ അത് രണ്ടും ഞാൻ വായിച്ചുകൊണ്ട് ആണ് ആ ചാപ്റ്റർ കവർ ചെയ്തെടുത്തത്. കുറച്ച് വലിയ ചാപ്റ്റർ തന്നെയാണ്, പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തത് ഓർഗാനിക് ആയിരുന്നു. ഇന്ന് രാവിലെ ഒരു 4 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തോ എനിക്ക് കുറച്ചുകൂടി സമയം കൂടുതലായിട്ട് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. നൈറ്റ് ഇരിക്കുന്നതിനെക്കാട്ടും നല്ലത് കുറച്ചുകൂടി എനിക്ക് മോർണിംഗ് ഇരുന്നപ്പം ബെറ്ററായി തോന്നി. കാരണം ഞാൻ നൈറ്റും ഇരുന്ന് നോക്കിയിട്ടുണ്ട്, മോർണിംഗും എഴുന്നേറ്റ് നോക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് മോർണിംഗ് ആണ് തോന്നിയത്. അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രിയുടെ നോട്ട് പഠിച്ചു. അതിൽ തന്നെ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോട്ടും പിന്നെ അതേപോലെ മൈൻഡ് മാപ്പും ഉണ്ടായിരുന്നു. മൈൻഡ് മാപ്പും നോക്കി കുറച്ച് ചെയ്തു. അങ്ങനെ ഐസോമെറിസവും അതേപോലെ നോമൻക്ലേച്ചറും ആണ് ഇന്ന് ഞാൻ പഠിച്ചത്. അത് പഠിച്ചതിന് ശേഷം ഞാൻ ക്ലാസ് കണ്ടിട്ടുണ്ടായി. ക്ലാസ് എന്ന് പറയുമ്പോൾ വീഡിയോ ലെക്ചേഴ്സ് അല്ല, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസാണ് ഞാൻ കണ്ടത്. ടെല ക്ലാസ്സിലായിരുന്നു ഞാൻ കണ്ടത്. ടെല ക്ലാസ്സസ് 499 രൂപയ്ക്ക് ഓൺ ഓഫർ ആണ്. 499 രൂപയ്ക്ക് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, 500+ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് വീഡിയോസ്, എക്സാംസ് അങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പോസ്റ്റർ കണ്ടാൽ മനസ്സിലാവും. നെക്സ്റ്റ് വീക്ക് വെനസ്ഡേ ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഓഫർ ഉള്ള സമയം പറ്റുന്ന എല്ലാവർക്കും ഇത് ജോയിൻ ചെയ്യാം. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് ബാക്ക്ലോഗാക്കി കുടുങ്ങിപ്പോയവർക്കും അതേപോലെ റിപ്പീറ്റേഴ്സിനും നല്ലോണം കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇതിന് ശേഷം 100 ഡേയ്സ് ഓർഗാനിക് ചലഞ്ചും അതേപോലെ ക്രാഷ് കോഴ്സും തുടങ്ങി നിരവധി പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1 ഇയറിലേക്കാണ് ഈ 499 രൂപ ഈ കോഴ്സിന് മാത്രം. അപ്പം പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ 5000 രൂപ കൊടുത്തിട്ട് ഓൾറെഡി ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ഇനി വരുന്ന എല്ലാ ഫീച്ചേഴ്സും എല്ലാ പ്രോഗ്രാംസും ഫുൾ ഫ്രീ ആണ്. അവർ ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും ബേസിക്സ് ഒന്നും അറിയില്ല, കൺസെപ്റ്റ് ക്ലിയർ അല്ല, പക്ഷേ ഇതുവരെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജോയിൻ ചെയ്തില്ല. അവർ ഇനിയും ടൈം കളയാതെ നിങ്ങൾക്ക് ബെസ്റ്റ് ആയി തോന്നുന്നതിൽ ജോയിൻ ചെയ്യുക. ടോപ്പിക്ക് ബാക്ക്ലോഗ് ആയിട്ട് ഡിപ്രസ്ഡ് ആയിരിക്കുന്നവർക്കൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും. അപ്പം ജോയിൻ ആവുന്നവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പോസ്റ്ററിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അങ്ങനെ ഓർഗാനിക്കിൽ ഒരു 100 ക്വസ്റ്റ്യൻസോളം ഞാൻ ചെയ്തു. നോമൻക്ലേച്ചർ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങനെ മാത്രമേ നമുക്കത് ഫുള്ള് തറവാവുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചു. അങ്ങനെ ഇലക്ട്രോണിക്സ് ഞാൻ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ ആയ ആ ടോപ്പിക്ക് മാത്രം എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാസ് കണ്ടു. അതിന് ശേഷം ആസ് യൂഷ്വൽ NCERT വായിച്ചു. ഞാനിപ്പം പഠിക്കുന്നതിനോടെ തന്നെ NCERTയും വായിച്ച് പോകാറുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്ത് വെക്കാത്ത ഭാഗങ്ങളൊക്കെ മാർക്കിങ് ചെയ്തിട്ടാണ് ഇപ്പം പോകുന്നത്. അങ്ങനെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഞാൻ കഴിഞ്ഞ വർഷം എടുത്തൊരു പ്രിൻ്റ് ഉണ്ടായിരുന്നു, അതിലാണ് അത് വെച്ചാണ് ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആയിരുന്നു. അത് അതുൽ സാറുടെ വീഡിയോ ലെക്ചർ കണ്ടിട്ടുണ്ടായി. അത് നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചെയ്തത്. അങ്ങനെ അത് നോക്കി ടെലയിൽ തന്നെയാണ്. അതുൽ സാറുടെ ഫിസിക്സ് അടിപൊളിയാണ് ക്ലാസ്സൊക്കെ. അങ്ങനെ അത് നോക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. കൂടെ NCERTയും വായിച്ചു. അപ്പം ഞാൻ കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്തോ ചെയ്യാനൊട്ടും തോന്നിയിട്ടുണ്ടായില്ല. അതാണ് ആകെ മൊത്തം
തലവേദനയും കാര്യങ്ങളൊക്കെ ആയി. ഞാൻ ആ വീഡിയോയിൽ അതൊന്നും പറഞ്ഞു GIBക്ക് എഴുതാൻ പറ്റിയില്ല, തലവേദനയൊക്കെ ആയിരുന്നു എന്ന്. അപ്പോൾ അത് കുറച്ചുകൂടി സ്ട്രെസ്സ് കൊടുത്തിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് ബ്രേക്കൊക്കെ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് YPT എന്ന് പറഞ്ഞിട്ട് പലർക്കും അറിയാമായിരിക്കും. ഞാൻ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഓണാക്കി വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിസ്ട്രാക്ഷനോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. YPT ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. YPTൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. പിന്നെ ഇതിൽ 50 പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി ഒരു 35% ആ ഗ്രൂപ്പിലുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കും, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കും, ഒരു ഡിസ്ട്രാക്ഷനൊക്കെ ഇല്ലാണ്ട് പഠിക്കുന്നുള്ളവർക്ക് മാത്രം ആ ഗ്രൂപ്പ് യൂസ് ചെയ്യുക. കാരണം മറ്റുള്ളവരുടെ അവസരം നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് അനലിറ്റിക്കൽ കെമിസ്ട്രി പഠിച്ചു. അതും പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഉള്ള പ്ലാൻ ചെയ്തു. വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 2 ദിവസമായി. പക്ഷെ ഇന്നാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സന്തോഷവും അതേപോലെ അതിനെ ബാലൻസ് ചെയ്യാനൊരു ദുഃഖവും ഉണ്ട്. അപ്പോൾ സന്തോഷം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത് വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം. പക്ഷേ ദുഃഖം സംബന്ധിച്ചിടത്തോളം എൻ്റെ ടാബ് ഉണ്ടായിരുന്നു, അത് പോയി. അതെനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടാക്കിയ കാര്യമാണ്. അതിന് ശേഷം എനിക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് വന്നു. കാരണം അത്രയും വലിയ സ്ക്രീനിൽ ചെറിയ സ്ക്രീനിലേക്ക് വരുമ്പോൾ. അപ്പം ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിലേക്ക് കാണാം.